കഥ തുടങ്ങുന്നത് വിന്റർഫെല്ലിന് പുറത്തുള്ള ഇടതൂർന്ന കാടുകളിലാണ്. പച്ചപ്പിന്റെ വന്യമായ സൗന്ദര്യമുണ്ടെങ്കിലും അവിടെ എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞിരിപ്പുണ്ട്. ബ്രാൻ സ്റ്റാർക്ക് ആ കാട്ടിലൂടെ തന്റെ ജീവൻ രക്ഷിക്കാനെന്ന പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു അമ്പും വില്ലുമുണ്ട്. ശ്വാസം കിട്ടാതെ കിതച്ചുകൊണ്ട് അവൻ ഒരിടത്തു നിന്നു. അവന്റെ കണ്ണുകൾ ഭയത്തോടെയും ജാഗ്രതയോടെയും ചുറ്റും പരതി. എന്താണ് തന്നെ പിന്തുടരുന്നത് എന്നറിയാതെ അവൻ തിരിഞ്ഞു നോക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു കാക്ക അവന്റെ മുഖത്തിന് തൊട്ടുമുന്നിലൂടെ ചിറകടിച്ച് പറന്നുപോയി. അത് തൊട്ടടുത്തുള്ള ഒരു മരച്ചില്ലയിൽ പോയിരുന്നു. ആ കാക്കയ്ക്ക് എന്തോ പ്രത്യേകതയുണ്ടായിരുന്നു. ബ്രാൻ സാവധാനം അതിനടുത്തേക്ക് ചുവടുവെച്ചു. അവൻ വില്ലിൽ അമ്പു തൊടുത്തു, ഉന്നം പിടിച്ചു. അതേക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട ബ്രാൻ പെട്ടെന്ന് പരിചിതമായ ഒരു ശബ്ദം അവന്റെ പിന്നിൽ നിന്ന് കേട്ടു. ബ്രാൻ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തന്റെ സഹോദരന്മാരായ ജോൺ സ്നോവിനെയും റോബ് സ്റ്റാർക്കിനെയുമാണ്. അവർ പുഞ്ചിരിച്ചുകൊണ്ട് അവന് പിന്നിൽ നിൽക്കുന്നു. അത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാനാകാത്ത ഒരവസ്ഥ. അവരുടെ സാന്നിധ്യം നൽകിയ ധൈര്യത്തിൽ ബ്രാൻ അമ്പ് ചെയ്തു. പക്ഷെ അത് കാക്കയുടെ അടുത്തെങ്ങും കൊണ്ടില്ല. കാക്ക പറന്നുപോയി. ഇത് കണ്ട് ജോണും റോബും ഉറക്കെ ചിരിച്ചു. 10ാം വയസ്സിൽ നിങ്ങളിൽ ആരാണ് ഉന്നം തെറ്റാതെ എഴുതിയിരുന്നത്? പെട്ടെന്ന് ഗാംഭീര്യമുള്ള മറ്റൊരു ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അത് അവരുടെ അച്ഛൻ നെഡ് സ്റ്റാർക്കിന്റെ ശബ്ദമായിരുന്നു. ബ്രാൻ ആകാശത്തേക്ക് നോക്കി. അച്ഛനെ കാണാൻ അവൻ ചുറ്റും കണ്ണോടിച്ചു. അച്ഛാ, അവൻ പ്രതീക്ഷയോടെ വിളിച്ചു. പക്ഷെ നെഡ് സ്റ്റാർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. പകരം ബ്രാനിന് തീർത്തും അപരിചിതനായ ഒരു ആൺകുട്ടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ബ്രാനിന്റെ പ്രായം തോന്നിക്കുന്ന, എന്നാൽ കണ്ണുകളിൽ വല്ലാത്തൊരു പക്വതയുള്ള ആ കുട്ടി ജോജൻ റീഡ് ആയിരുന്നു. നിനക്കതിനെ കൊല്ലാൻ കഴിയില്ല, ജോജൻ ശാന്തമായി പറഞ്ഞു. എന്തുകൊണ്ട്? ബ്രാൻ അത്ഭുതത്തോടെ ചോദിച്ചു. കാരണം ആ കാക്ക നീ തന്നെയാണ്, ജോജൻ നിഗൂഢമായി പറഞ്ഞു. ആ നിമിഷം ബ്രാൻ ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു. വടക്കുള്ള തണുത്തുറഞ്ഞ ഒരു മൈതാനത്ത് രോമപ്പുതപ്പുകൾക്കിടയിൽ അവൻ കിടക്കുകയായിരുന്നു. അവന്റെ പെട്ടെന്നുള്ള അനക്കം കേട്ട് അടുത്തുകിടന്ന റിക്കോൺ സ്റ്റാർക്കും ഉണർന്നു. അവരുടെ കാവൽക്കാരായ ഡയർവുൾഫുകൾ സമ്മറും ഷഗിഡോഗും അവർക്കു ചുറ്റും ജാഗ്രതയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹോഡോർ ഓടിവന്ന് ബ്രാനിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ബ്രാനിന് കുഴപ്പമൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്താനായിരുന്നു അത്. ഓഷ അടുത്തിരുന്ന് തന്റെ ആയുധമായ ഒരു മരക്കമ്പ് കൂർപ്പിക്കുകയായിരുന്നു. നീ വീണ്ടും ചെന്നായയുടെ ഉള്ളിലായിരുന്നോ? ഓഷ സംശയത്തോടെ ചോദിച്ചു. ബ്രാനിന് മൃഗങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാനുള്ള കഴിവുണ്ടെന്നവൾക്കറിയാം. ഇല്ല, അത് 3 കണ്ണുള്ള കാക്കയായിരുന്നു, 3-eyed raven, ബ്രാൻ പറഞ്ഞു. അവൻ തിരിച്ചുവന്നല്ലേ? ഓഷ നീരസത്തോടെ പറഞ്ഞു. അവൾക്ക് ഈ മാന്ത്രിക വിദ്യകളോട് തീരെ താൽപ്പര്യമില്ലായിരുന്നു. ബ്രാൻ തന്റെ സ്വപ്നത്തെക്കുറിച്ച് വിശദീകരിച്ചു. ഞാൻ അതിനെ കൊല്ലാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവിടെ ഒരു ആൺകുട്ടിയുണ്ടായിരുന്നു. എനിക്കത് കേൾക്കണ്ട, ഓഷ തടഞ്ഞു. നമുക്ക് അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. അതിന്റെ കൂടെ ദുർമന്ത്രവാദം കൂടി വേണ്ട. പെട്ടെന്ന് ദൂരെ പക്ഷികൾ കൂട്ടത്തോടെ ചിലയ്ക്കുന്നത് ഓഷ ശ്രദ്ധിച്ചു. കാട്ടിലെന്തോ അനക്കമുണ്ട്. വടക്ക് സുരക്ഷിതമല്ലെന്ന് അവൾക്കറിയാം. നമുക്കിവിടുന്ന് പോകണം, ഓഷ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. നമ്മൾ ജീവനോടെയുണ്ടെന്ന് ആർക്കും അറിയില്ലല്ലോ. നമ്മളെ ആരും അന്വേഷിച്ചു വരില്ല, ബ്രാൻ പറഞ്ഞു. അങ്ങനെ ആരു പറഞ്ഞു? ആ 3 കണ്ണുള്ള കാക്ക പറഞ്ഞതാണോ? ഓഷ പരിഹസിച്ചു ചോദിച്ചു. അവൾ വേഗത്തിൽ സാധനങ്ങൾ പാക്ക് ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ളവർക്ക് എന്തറിയാം എന്നെനിക്കറിയില്ല. മതിൽ ഇനിയും ഒരുപാട് ദൂരെയാണെന്ന് മാത്രം എനിക്കറിയാം. നമുക്ക് അവിടെ എത്തണം. ദൃശ്യം മാറുന്നു. യുദ്ധം നടക്കുന്ന തെക്കൻ ദേശത്തെ ഹരൻഹാലിലേക്ക്. വലിയൊരു കോട്ടയിലെ മുറിയിൽ റോബ് സ്റ്റാർക്ക് തീയിലേക്ക് നോക്കി ചിന്താമഗ്നനായി നിൽക്കുകയാണ്. അവന്റെ ഭാര്യ താലിസ മെഗ്യർ അവന്റെ അടുത്തുചെന്നു. വെസ്റ്ററോസിലെ ആളുകൾ ഭയങ്കര ഗൗരവക്കാരാണെന്ന് അമ്മ പറയാറുണ്ടായിരുന്നു. താടിയുള്ള, നാറുന്ന, എപ്പോഴും ഗൗരവത്തിൽ നടക്കുന്ന കാടന്മാർ. അവർ കടൽ കടന്നുവന്ന് ഞങ്ങളെ കിടക്കയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോകുമെന്ന് താലിസ തമാശയായി പറഞ്ഞു. അങ്ങനെയൊരാളെ വിവാഹം കഴിക്കുമെന്ന് നീ കരുതിയോ? റോബ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒരിക്കലുമില്ല, താലിസ പറഞ്ഞു. ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല എന്നാണ് കരുതിയത്. പക്ഷേ ആ കാടന്മാരുടെ രാജാവിനെ കണ്ടപ്പോൾ എന്റെ തീരുമാനം മാറി. അവർ സ്നേഹത്തോടെ ചുംബിച്ചു. പെട്ടെന്ന് വാതിൽ തുറന്ന് റൂസ് ബോൾട്ടൺ അകത്തേക്ക് വന്നു. റോബ് സ്റ്റാർക്കിന്റെ വിശ്വസ്തനായ സൈന്യാധിപൻ. ക്ഷമിക്കണം, യോർ ഗ്രേസ്, അയാൾ പറഞ്ഞു. അയാളുടെ കയ്യിൽ 2 സന്ദേശങ്ങളുണ്ടായിരുന്നു. ഒന്ന് റിവർ റണ്ണിൽ നിന്നും ഒന്ന് വിന്റർഫെല്ലിൽ നിന്നുമാണ്. അടുത്ത ദൃശ്യത്തിൽ നമ്മൾ കാണുന്നത് ഹാരൻഹാലിന്റെ മുറ്റത്ത് തകർന്നിരിക്കുന്ന കാറ്റ്ലിൻ സ്റ്റാർക്കിനെയാണ്. റിവർ റണ്ണിൽ നിന്ന് വന്ന സന്ദേശം തന്റെ അച്ഛൻ ഹോസ്റ്റർ ടെല്ലി മരിച്ചു എന്നതായിരുന്നു. ഞാൻ അച്ഛനെ കണ്ടിട്ട് വർഷങ്ങളായി. അദ്ദേഹത്തെ അടക്കം ചെയ്യുമ്പോൾ എന്റെ കയ്യിൽ വിലങ്ങുകളുണ്ടാകുമോ? കാറ്റ്ലിൻ വേദനയോടെ റോബിനോട് ചോദിച്ചു. ജെയ്മെ ലാനിസ്റ്ററിനെ സ്വന്തം ഇഷ്ടപ്രകാരം മോചിപ്പിച്ചതിന് മകൻ തന്നെ തടവുകാരിയാക്കിയത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. റോബ് മറുപടി പറഞ്ഞില്ല. മറ്റേ വാർത്ത എന്താണ്? കാറ്റ്ലിൻ ചോദിച്ചു. വിന്റർഫെൽ കത്തിയെരിഞ്ഞു, റോബിന്റെ ശബ്ദമിടറി. ബോൾട്ടണിന്റെ മകൻ റാംസെ അവിടെ എത്തിയപ്പോഴേക്കും അയൺബോൺ സൈന്യം എല്ലാവരെയും കൊന്നു കോട്ടയ്ക്ക് തീയിട്ടിരുന്നു. ബ്രാനെയും റിക്കോണിനെയും കണ്ടില്ല. തിയോൺ അവരെ ബന്ദികളാക്കി അയൺ ഐലൻഡ്സിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാകാം. തന്റെ അച്ഛന്റെ മരണത്തേക്കാൾ തന്റെ ചെറിയ മക്കളെക്കുറിച്ചുള്ള വാർത്ത കാറ്റ്ലിനെ തകർത്തുകളഞ്ഞു.
മറ്റൊരിടത്ത് നരകതുല്യമായ ഒരു തടവറയിൽ തിയോൺ ഗ്രേ ജോയെ ഒരു വലിയ എക്സ് ആകൃതിയിലുള്ള കുരിശിൽ കെട്ടിയിട്ടിരിക്കുന്നു. അവന്റെ ശരീരം മുഴുവൻ മുറിവുകളാണ്. ക്രൂരനായ ഒരു പീഡകൻ അവന്റെ അടുത്തേക്ക് വന്നു. ഞാൻ എവിടെയാണ്? ആരാണ് നിങ്ങൾ? തിയോൺ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ആ പീഡകൻ മറുപടിയൊന്നും പറയാതെ തിയോണിന്റെ കൈവിരലിൽ പിടിച്ചു. എനിക്ക് ഇതാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ മൂർച്ചയുള്ള ഒരു ഇരുമ്പ് കഷ്ണം തിയോണിന്റെ വിരലിന്റെ നഖത്തിനിടയിലേക്ക് അടിച്ചുകയറ്റി. തിയോൺ വേദന കൊണ്ട് അലറിക്കരഞ്ഞു. അവന്റെ നിലവിളി ആ തടവറയിൽ മുഴങ്ങി. റിവർലാൻഡ്സിലെ വിശാലമായ പാടങ്ങളിലൂടെ ജൈമെ ലാനിസ്റ്ററും ബ്രിയൻ ഓഫ് ടാർത്തും നടക്കുകയാണ്. ജൈമയുടെ കൈകൾ കെട്ടിയിട്ടുണ്ട്. ഒരു മൃഗത്തെ കൊണ്ടുപോകുന്നതുപോലെ ബ്രിയൻ അവനെ ഒരു കയറിൽ പിടിച്ചുവലിച്ചാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ എത്ര ദൂരം നടക്കാനുണ്ടെന്ന് നിനക്കറിയാമോ? ഈ പാടങ്ങളിലൂടെയും കാടുകളിലൂടെയും നടന്ന് കിങ്സ് ലാൻഡിങ്ങിലെത്താൻ എത്ര കാലമെടുക്കും? ജൈമെ അസ്വസ്ഥതയോടെ ചോദിച്ചു. സമയം കളയാൻ നമുക്കെന്തെങ്കിലും സംസാരിക്കാം. ജൈമെ അവളെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല. അവൻ ബ്രിയനിന്റെ പഴയ യജമാനനായ റെൻലി ബരാഥിയനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. നീ സ്റ്റാനിസിനു വേണ്ടിയായിരുന്നോ ജീവിച്ചിരുന്നത്? ജൈമെ ചോദിച്ചു. അല്ല, ബ്രിയൻ പറഞ്ഞു. ഓ, അപ്പോൾ റെൻലി. അവന് പറ്റിയത് പ്രായം കുറഞ്ഞ സുന്ദരന്മാരായ ആൺകുട്ടികളെ ഭരിക്കാനാണ്, അല്ലാതെ രാജ്യം ഭരിക്കാനല്ല. ജൈമെ പരിഹസിച്ചു. വായടക്ക്, ബ്രിയൻ ദേഷ്യത്തോടെ പറഞ്ഞു. നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അവന് പെണ്ണുങ്ങളിൽ താൽപ്പര്യമില്ലായിരുന്നു എന്ന് കൊട്ടാരത്തിലെല്ലാവർക്കും അറിയാം. എന്നിട്ടും നീ അവനെ സ്നേഹിച്ചു, അല്ലേ? നിന്നെപ്പോലൊരു വലിയ സ്ത്രീയെ അവൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല. ജൈമയുടെ വാക്കുകൾ വിഷം പോലെയായിരുന്നു. ബ്രിയൻ ദേഷ്യം സഹിക്കാനാവാതെ അവന്റെ മുടിയിൽ പിടിച്ചു വലിച്ച് ജൈമയുടെ മുഖത്തിനു നേരെ നോക്കി. വായടക്കാൻ, അവൾ അലറി പറഞ്ഞു. അപ്പോഴാണ് ഒരു യാത്രക്കാരൻ കുതിരയുമായി എതിരെ വന്നത്. അയാൾ അവരെ സംശയത്തോടെ നോക്കി. എങ്ങോട്ടാണ് യാത്ര? അയാൾ ചോദിച്ചു. തെക്കോട്ട്, ബ്രിയൻ പറഞ്ഞു. രാജപാത ഒഴിവാക്കിയാണോ യാത്ര? അത് നന്നായി. അവിടെ മുഴുവൻ അപകടമാണ്. നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല, അയാൾ പറഞ്ഞു. അയാൾ പോയതും ജൈമെ ബ്രിയനെ നോക്കി. അയാൾക്ക് എന്നെ മനസ്സിലായി. അയാൾക്ക് എന്നെ അറിയാം, ജൈമെ പറഞ്ഞു. അയാൾ പോയി ആരോടെങ്കിലും പറഞ്ഞാലോ? നമ്മൾ അയാളെ കൊല്ലണമായിരുന്നു. എന്റെ ജീവനേക്കാൾ വലുതാണോ ആ അപരിചിതന്റെ ജീവൻ? ജൈമെ ചോദിച്ചു. അവൾ ജൈമയെ തള്ളി മുന്നോട്ട് നടത്തി. കിങ്സ് ലാൻഡിങ്ങിൽ ജോഫ്രി ബാരാഥിയന് പുതിയ വസ്ത്രങ്ങൾ അളവെടുക്കുകയാണ്. സെർസി ലാനിസ്റ്റർ അടുത്തുതന്നെയുണ്ട്. തയ്യൽക്കാരൻ കൊണ്ടുവന്ന തുണിയിൽ പൂക്കൾ ഉള്ളതുകണ്ട് ജോഫ്രി ദേഷ്യപ്പെട്ടു. രാജാവിന്റെ വസ്ത്രത്തിൽ പൂക്കളോ? വേണ്ട, എനിക്കിതിഷ്ടപ്പെട്ടില്ല. ജോഫ്രി ദേഷ്യപ്പെട്ട് തയ്യൽക്കാരനോട് പുറത്തുപോകാൻ പറഞ്ഞു. സെർസി മകന്റെ ദേഷ്യം ശ്രദ്ധിച്ചു. നിനക്ക് മാർജറിയെക്കുറിച്ച് എന്തു തോന്നുന്നു? സെർസി ചോദിച്ചു. അവൾ സുന്ദരിയാണ്, ബുദ്ധിയുണ്ട്. ടൈറൽസ് കൂടെയുള്ളത് നമുക്ക് ഗുണം ചെയ്യും. വടക്കൻ സൈന്യത്തെ തോൽപ്പിക്കാൻ അവരുടെ പണം നമുക്ക് വേണം, ജോഫ്രി പറഞ്ഞു. അവൾ സാധാരണക്കാരുമായി അടുത്തിടപഴകുന്നത് എനിക്കത്ര പിടിച്ചിട്ടില്ല. അവൾ റെൻലിയെ വിവാഹം കഴിച്ചത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ബുദ്ധിയുള്ള സ്ത്രീകൾ അവർക്ക് നിർദ്ദേശം ലഭിക്കുന്നതനുസരിക്കും. സെർസി തന്റെ ആശങ്കയും സംശയവും അറിയിച്ചു പറഞ്ഞു. അമ്മയ്ക്കെപ്പോഴും സംശയമാണ്. ജോഫ്രി അഹങ്കാരത്തോടെ അമ്മയുടെ ഉപദേശം തള്ളിപ്പറഞ്ഞു. സാൻസ സ്റ്റാർക്കിന്റെ മുറിയിൽ ഷേ അവളുടെ മുടി ചീകിക്കൊടുക്കുന്നു. ലിറ്റിൽ ഫിംഗർ നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ടല്ല സഹായിക്കുന്നത്. അയാൾക്ക് വേറെന്തോ വേണം. പുരുഷന്മാർക്ക് സുന്ദരികളായ പെൺകുട്ടികളിൽ നിന്ന് ഒരേയൊരു കാര്യമേ വേണ്ടൂ, ഷേ മുന്നറിയിപ്പ് നൽകി പറഞ്ഞു. അയാൾക്ക് പ്രായമായില്ലേ? സാൻസ നിഷ്കളങ്കമായി ചോദിച്ചു. അവർക്ക് അതൊന്നും പ്രശ്നമല്ല. അയാൾ നിന്നെ തൊടാനോ മറ്റോ ശ്രമിച്ചാൽ എന്നോട് പറയണം. ഞാനത് അവസാനിപ്പിക്കും, ഷേ പറഞ്ഞു. അപ്പോഴാണ് ലോറസ്റ്റേറൽ വന്ന് സാൻസയെ പൂന്തോട്ടത്തിലേക്ക് ക്ഷണിക്കുന്നത്. അവിടെ മാർജറിയും അവളുടെ മുത്തശ്ശി ലേഡി ഒലെന്ന ടൈറലും ഉണ്ടായിരുന്നു. ലേഡി ഒലെന്നയെ ക്വീൻ ഓഫ് തോൺസ് എന്നാണ് വിളിക്കാറുള്ളത്. എന്നെ ചുംബിക്കു കുട്ടി, ഒലെന്ന സാൻസയോട് പറഞ്ഞു. സാൻസ ആ വയോധികയുടെ കൈയിൽ ചുംബിച്ചു. അവർ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. കാര്യഗൗരവത്തിലേക്ക് കടന്ന ഒലെന്ന സാൻസയോട് ചോദിച്ചു. എനിക്ക് സത്യമറിയണം. എന്റെ മകൻ മാർജറിയുടെ അച്ഛൻ ഒരു മണ്ടനാണ്. അവന് രാജാധികാരത്തിൽ മാത്രമാണ് കണ്ണ്. പക്ഷേ എനിക്ക് എന്റെ കൊച്ചുമകളുടെ ഭാവി അറിയണം. ജോഫ്രി എങ്ങനെയുള്ളവനാണ്? അവൻ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ? സാൻസ ഭയന്നു. ചുറ്റും ഒറ്റുകാരുണ്ടാകുമെന്ന് അവൾക്ക് പേടിയുണ്ടായിരുന്നു. അവൻ സുന്ദരനാണ്, ധീരനാണ്, ഒരു സിംഹത്തെപ്പോലെ. സാൻസ പറഞ്ഞു. അതെ, എല്ലാ ലാനിസ്റ്റർമാരും സിംഹങ്ങളാണ്. പക്ഷേ അവന് നല്ലൊരു ഹൃദയമുണ്ടോ? ഒലെന്ന വിട്ടില്ല. മാർജറിക്ക് അവനെ വിവാഹം കഴിക്കേണ്ടതാണ്. സത്യം പറയൂ, നിനക്ക് കുഴപ്പമൊന്നും വരില്ല. ഞങ്ങൾ സ്ത്രീകളല്ലേ ഉള്ളുവിടെ. സാൻസയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്റെ അച്ഛൻ എപ്പോഴും സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അവർ അദ്ദേഹത്തെ കൊന്നു. ജോഫ്രി കരുണ കാണിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് തലവെട്ടി സാൻസ കരച്ചിലടക്കാൻ പാടുപെട്ടു. അവനൊരു രാക്ഷസനാണ്, മോൺസ്റ്റർ. സാൻസ ഒടുവിൽ സത്യം തുറന്നു പറഞ്ഞു. കഷ്ടം തന്നെ, ഒലെന്ന കൂസലില്ലാതെ പറഞ്ഞു. ശരി, എന്തായാലും വിവാഹം നടക്കും. സത്യം പറഞ്ഞതിന് നന്ദി. ആ ചീസ് ഇങ്ങെടുക്കൂ. ഒലെന്നയുടെ മുഖത്ത് വലിയ ഞെട്ടലൊന്നുമുണ്ടായില്ല. അവർക്ക് അധികാരം മാത്രമായിരുന്നു ലക്ഷ്യം. റിവർലാൻഡ്സിലെ കാട്ടിലൂടെ റോബ് സ്റ്റാർക്കിന്റെ സൈന്യം നീങ്ങുന്നു.
റിക്കാർഡ് കാർസ്റ്റാർക്ക് അതൃപ്തനായിരുന്നു. ഇതൊരു പ്രതികാരത്തിനു വേണ്ടിയാണെങ്കിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ പകുതി സൈന്യവുമായി നമ്മൾ എങ്ങനെ ജയിക്കും? ലാനിസ്റ്റർ സൈന്യം ഇരട്ടിയാണ്. കാർസ്റ്റാർക്ക് റോബിനോട് ചോദിച്ചു. നിങ്ങൾ ആ പെണ്ണിനെ വിവാഹം കഴിച്ച അന്നേ നമ്മൾ ഈ യുദ്ധം തോറ്റു. കാർസ്റ്റാർക്ക് ദൂരെ കുതിരപ്പുറത്ത് വരുന്ന താലിസയെ നോക്കി പറഞ്ഞു. മറ്റൊരിടത്ത് കേറ്റ്ലിൻ സ്റ്റാർക്ക് ഒരു മരപ്പാവ ഉണ്ടാക്കുന്നത് താലിസ കണ്ടു. അതൊരു പ്രത്യേകതരം പ്രാർത്ഥനാ ചക്രമായിരുന്നു. കുട്ടികളെ സംരക്ഷിക്കാൻ അമ്മമാർ ഉണ്ടാക്കുന്നതാണിത്. 7 ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ കേറ്റ്ലിൻ പറഞ്ഞു. മുൻപും ഉണ്ടാക്കിയിട്ടുണ്ടോ? താലിസ ചോദിച്ചു. 2 തവണ. ബ്രാൻ കോട്ടയിൽ നിന്ന് വീണപ്പോൾ. പിന്നെ വർഷങ്ങൾക്ക് മുൻപ് എന്റെ ഭർത്താവ് യുദ്ധം കഴിഞ്ഞ് വന്നപ്പോൾ കൂടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ജോൺ സ്നോ. അവനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പായിരുന്നു. അവനൊന്നു മരിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. കേറ്റ്ലിൻ പഴയ കാര്യങ്ങൾ ഓർത്തു. പക്ഷേ അവന് പോക്സ് അസുഖം വന്നപ്പോൾ എനിക്ക് കുറ്റബോധം തോന്നി. അവൻ മരിച്ചാൽ ഞാൻ കൊലപാതകിയാകുമെന്ന് ഞാൻ ഭയന്നു. അവൻ ജീവിച്ചാൽ അവനെ സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കാമെന്ന് ഞാൻ ദൈവത്തോട് നേർന്നു. അവൻ ജീവിച്ചു. പക്ഷേ ഞാൻ വാക്കുപാലിച്ചില്ല. എനിക്ക് അവനെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ എന്റെ കുടുംബത്തിന് സംഭവിച്ചതെല്ലാം, എന്റെ ഭർത്താവ് മരിച്ചതും മക്കളെ കാണാതായതും എല്ലാം അതിന്റെ ശിക്ഷയാണ്, കേറ്റ്ലിൻ സങ്കടത്തോടെ പറഞ്ഞു. ഇതേസമയം മതിലിനപ്പുറം ബിയോണ്ട് ദ വാൾ വൈൽഡിങ്ങുകളുടെ കൂടെ ജോൺ സ്നോ മഞ്ഞിലൂടെ നടക്കുകയാണ്. മാൻസ് റൈഡർ അവനോട് സംസാരിച്ചു. 90ഓളം വ്യത്യസ്ത ഗോത്രങ്ങളെ യോജിപ്പിക്കാൻ എത്ര പാടാണെന്ന് നിനക്കറിയാമോ? അവർക്ക് പരസ്പരം കണ്ടുകൂടാ. പക്ഷെ നമ്മൾ തെക്കോട്ട് പോയില്ലെങ്കിൽ എല്ലാവരും മരിക്കുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതാണ് സത്യം. മരിച്ചവർ വരുന്നുണ്ട്, മാൻസ് പറഞ്ഞു. അവർ ഒറൽ എന്നു പേരുള്ള ഒരു വാർഗിന്റെ അടുത്തേക്കെത്തി. മൃഗങ്ങളുടെ മനസ്സിലേക്ക് പ്രവേശിക്കാനും അവയുടെ കണ്ണിലൂടെ കാണാനും കഴിവുള്ള ആളുകളെയാണ് വാർഗ് എന്ന് വിളിക്കുന്നത്. ഒറൽ കണ്ണുകൾ വെളുപ്പിച്ച് ആകാശത്ത് പറക്കുന്ന ഒരു കഴുകന്റെ കണ്ണിലൂടെ ദൂരെ നടക്കുന്ന കാര്യങ്ങൾ കാണുകയായിരുന്നു. നീ എവിടെയായിരുന്നു? മാൻസ് ചോദിച്ചു. ഫിസ്റ്റ് ഓഫ് ദ ഫസ്റ്റ് മെനിൽ, ഒറൽ പറഞ്ഞു. നീ എന്ത് കണ്ടു? ചത്ത കാക്കകളെ. ഡെഡ് ക്രോസ്, ഒറൽ പറഞ്ഞു. നൈറ്റ്സ് വാച്ച് സൈന്യം തകർക്കപ്പെട്ട വിവരം അവർ അറിഞ്ഞു. അതേസമയം നൈറ്റ്സ് വാച്ചിന്റെ സൈന്യം തളർന്നു നടക്കുകയാണ്. മഞ്ഞുവീഴ്ചയിൽ അവർക്ക് വഴികാണാൻ പോലും കഴിയുന്നില്ല. സാംവെൽ ടാർലി ക്ഷീണിച്ചു വീണു. എനിക്ക് വയ്യ, എന്നെ വിട്ടേക്ക്, സാം കരഞ്ഞു. റാസ്റ്റ് എന്ന സൈനികൻ അവനെ ഉപേക്ഷിച്ചു പോകാൻ പറഞ്ഞു. ഇവൻ നമ്മളെ വൈകിപ്പിക്കും. ഇവൻ മരിച്ചോട്ടെ, റാസ്റ്റ് ക്രൂരമായി പറഞ്ഞു. എന്നാൽ ഗ്രെന്നും ഡൊളറസ് എഡും അവനെ സഹായിച്ചു. ലോർഡ് കമാൻഡർ ജിയോർ മോർമണ്ട് അവിടേക്ക് വന്നു. ടാർലി, മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിനക്ക് മരിക്കാൻ അനുവാദമില്ല. കേട്ടല്ലോ? ജിയോർ മോർമണ്ട് അലറി പറഞ്ഞു. അവനെ എഴുന്നേൽപ്പിക്ക്. വിന്റർഫെല്ലിലെ കാട്ടിൽ ബ്രാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയെഴുന്നേറ്റു. ഓഷ ആയുധവുമായി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് കാട്ടിൽ നിന്ന് ഒരു ആൺകുട്ടി അവരുടെ മുന്നിലെത്തി. സമ്മർ അവനെ നോക്കി മുരണ്ടു. ഓഷ ആ കുട്ടിയുടെ നേരെ കുന്തം ചൂണ്ടി. ഒരടി മുന്നോട്ടു വെക്കരുത്, നിന്റെ രക്തത്തിൽ നീ മുങ്ങിമരിക്കും, ഓഷ ഭീഷണിപ്പെടുത്തി പറഞ്ഞു. എന്റെ കയ്യിൽ ആയുധങ്ങളില്ല, ആ കുട്ടി പറഞ്ഞു. പെട്ടെന്ന് ഓഷയുടെ കഴുത്തിന്റെ പിന്നിൽ നിന്ന് ഒരു കത്തി വന്നു. അതൊരു പെൺകുട്ടിയായിരുന്നു. ആയുധം എന്റെ കയ്യിലുണ്ട്, കുന്തം താഴെയിട്, മീര റീഡ് പറഞ്ഞു. ആ ആൺകുട്ടി ജോജൻ റീഡ് സമ്മറിന്റെ അടുത്തേക്ക് ചെന്നു. അവൻ ധൈര്യത്തോടെ കൈ നീട്ടിയപ്പോൾ സമ്മർ ശാന്തനായി അവന്റെ കൈ മണത്തു. ഞാൻ ജോജൻ റീഡ്, ഇത് എന്റെ സഹോദരി മീര. നിന്നെ തേടിയാണ് ഞങ്ങൾ വന്നത്, ബ്രാൻ, ജോജൻ പറഞ്ഞു. പിന്നീട് അവർ നടക്കുമ്പോൾ ജോജൻ ബ്രാനിനോട് കാര്യങ്ങൾ വിശദീകരിച്ചു. നിനക്ക് മൃഗങ്ങളുടെ ഉള്ളിൽ കയറാൻ കഴിയും. നീയൊരു വാർഗാണ്. ആ 3 കണ്ണുള്ള കാക്ക നിനക്ക് കാഴ്ച നൽകുന്നു. നടക്കാൻ പോകുന്നതും നടന്നതുമായ കാര്യങ്ങൾ നിനക്ക് കാണാം, ജോജൻ പറഞ്ഞു. അച്ഛൻ മരിക്കുന്നത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു, ബ്രാൻ പറഞ്ഞു. അത് സ്വപ്നമായിരുന്നില്ല, നീ കണ്ടതാണ്. ഞാനും അത് കണ്ടിരുന്നു. റിവർലാൻഡ്സിലെ കാട്ടിലൂടെ ആര്യ സ്റ്റാർക്ക്, ജെൻട്രി, ഹോട്ട് പൈ എന്നിവർ ആയുധങ്ങളുമായി നടക്കുകയാണ്. ജെൻട്രി പഴയ കാര്യങ്ങൾ പറഞ്ഞ് ആര്യയുമായി തർക്കിക്കുകയാണ്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ജക്കൻ ഹെഗർ നിനക്ക് 3 പേരെ കൊന്നുതരാമെന്ന് പറഞ്ഞതല്ലേ? നിനക്ക് വേണമെങ്കിൽ ജോഫ്രിയെയോ ടൈവിൻ ലാനിസ്റ്ററിനെയോ കൊല്ലാമായിരുന്നു. എന്നിട്ടും നീ അത് പാഴാക്കി. നിനക്ക് യുദ്ധം തന്നെ അവസാനിപ്പിക്കാമായിരുന്നു, ജെൻട്രി കുറ്റപ്പെടുത്തി പറഞ്ഞു. മിണ്ടാതിരിക്ക്, ആര്യ ദേഷ്യത്തോടെ പറഞ്ഞു. അവൾക്ക് കേൾക്കാൻ താൽപ്പര്യമില്ലായിരുന്നു. അവർക്ക് വഴിതെറ്റിയിരുന്നു. നമ്മൾ വടക്കോട്ടാണ് പോകുന്നതെങ്കിൽ ഇതിനകം റെഡ് ഫോക്ക് നദി കാണേണ്ടതായിരുന്നു. എന്റെ അമ്മ അവിടെയാണ് വളർന്നത്. മുത്തച്ഛൻ നമ്മളെ സംരക്ഷിക്കും, ആര്യ പ്രതീക്ഷയോടെ പറഞ്ഞു. പെട്ടെന്ന് ദൂരെ നിന്ന് ഒരു പാട്ട് കേട്ടു. ദ റെയിൻസ് ഓഫ് കാസ്റ്റമേർ. അതൊരു പാട്ടുകാരനായിരിക്കും. നമുക്കവനെ ആക്രമിച്ചു കൊള്ളയടിക്കാം, ഹോട്ട് പൈ ആവേശത്തോടെ പറഞ്ഞു. അവർ പതുങ്ങിയിരിക്കുമ്പോൾ പെട്ടെന്നൊരു അമ്പ് ചീറിപ്പാഞ്ഞു വന്ന് അവർക്ക് പിന്നിലെ മരത്തിൽ തറച്ചു. അവർ ഞെട്ടി ഒരു മതിലിന് പിന്നിൽ ഒളിച്ചു. ആ മതിലിന് പിന്നിൽ ആരാണ്? സിംഹമാണോ ചെന്നായയാണോ? ഗാംഭീര്യമുള്ള ഒരു ശബ്ദം കേട്ടു. ഒരു ചെറിയ സിംഹക്കുട്ടിയാണെന്ന് തോന്നുന്നു, മറ്റൊരു ശബ്ദം മറുപടി പറഞ്ഞു. ആര്യ ധൈര്യത്തോടെ പുറത്തേക്ക് വന്നു. വഴിയിൽ നിൽക്കുന്നത് തോറോസ് ഓഫ് മയറും വില്ലാളിയായ അങ്കുയിയുമാണ്. ഞങ്ങളെ വെറുതെ വിട്ടാൽ ഞാൻ നിങ്ങളെ കൊല്ലില്ല, ആര്യ ഭീഷണിപ്പെടുത്തി പറഞ്ഞു.
തോറോസ് ചിരിച്ചു. നീ അപകടകാരിയാണല്ലോ. എനിക്ക് അപകടകാരികളെ ഇഷ്ടമാണ്. നിന്റെ സുഹൃത്തുക്കൾ എവിടെ? ആൻഗി ഒളിച്ചിരിക്കുന്നവരെ കണ്ടുപിടിച്ചു. ഗത്യന്തരമില്ലാതെ ജെൻട്രിയും ഹോട്ട് പൈയും പുറത്തുവന്നു. നിങ്ങൾ ആരാണ്? ആര്യ ചോദിച്ചു. ഞാൻ തോറോസ് ഓഫ് മയർ. ഞങ്ങൾ ബ്രദർഹുഡ് വിതൗട്ട് ബാനേഴ്സ് ആണ്, തോറോസ് പരിചയപ്പെടുത്തി. ഇത് കേട്ട ഹോട്ട് പൈ ഭയന്നു. മൗണ്ടനും കൂട്ടരും തിരയുന്നത് ഇവരെയാണ്. ഇവർ നമ്മളെ പിടിച്ചുകൊടുക്കും. ഹോട്ട് പൈ പിന്നോട്ടു മാറി. അവനെ പേടിപ്പിക്കാൻ ആംഗൈ തന്റെ വില്ലിലെ അമ്പ് നേരെ ആകാശത്തേക്ക് എയ്തു. ഞാൻ സംസാരിച്ചു കഴിയുമ്പോഴേക്കും ആ അമ്പ് നിന്റെ തലയിൽ വീഴും. അതുകൊണ്ട് നീ ഇങ്ങോട്ട് നീങ്ങി നിൽക്കുന്നതാണ് നല്ലത്, ആംഗി പറഞ്ഞു. ഹോട്ട് പൈ ഭയന്ന് വിറച്ച് മുന്നോട്ട് നീങ്ങി. തൊട്ടടുത്ത നിമിഷം അവൻ നിന്നിരുന്ന സ്ഥലത്ത് ആ അമ്പ് വന്നു തറച്ചു. രാജ്യം പട്ടിണി കിടക്കുമ്പോൾ ഇവൻ മാത്രം നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, ആൻഗി ഹോട്ട് പൈയെ കളിയാക്കി പറഞ്ഞു. അവർ 3 പേരും തോറോസിന്റെ കൂടെ പോകാൻ നിർബന്ധിതരായി. കിങ്സ് ലാൻഡിംഗിൽ ടിരിയണിന്റെ മുറിയിൽ ഷേ രഹസ്യമായി വന്നു. സൻസായെ സൂക്ഷിക്കണം. ലിറ്റിൽ ഫിംഗർ അവളെ നോട്ടമിട്ടിട്ടുണ്ട്. റോസ് ആണ് എന്നോട് പറഞ്ഞത്. ലിറ്റിൽ ഫിംഗറിനെ ആരും വിശ്വസിക്കരുത്. അവനൊരു അപകടകാരിയാണ്. നീ ഇങ്ങോട്ട് വരുന്നത് സൂക്ഷിക്കണം. അച്ഛനറിഞ്ഞാൽ നിന്നെ കൊല്ലും, ടിരിയൻ മുന്നറിയിപ്പ് നൽകി പറഞ്ഞു. ജോഫ്രിയുടെ മുറിയിൽ മാർജറി വരുന്നു. ജോഫ്രി തന്റെ പുതിയ ക്രോസ്ബോ നോക്കിയിരിക്കുകയായിരുന്നു. ഇത് മനോഹരമായിട്ടുണ്ട്. എങ്ങനെയാ ഉപയോഗിക്കുക എന്ന് കാണിച്ചു തരുമോ? മാർജറി ആകാംക്ഷയോടെ ചോദിച്ചു. ജോഫ്രി അത് കാണിച്ചുകൊടുത്തു. ഇവിടെ വിരലമർത്തിയാൽ അപ്പുറത്തെന്തെങ്കിലും ചാകുന്നത് കാണാൻ നല്ല രസമായിരിക്കുമല്ലേ? മാർജറിക്ക് എന്തോ വശപ്പിശക് തോന്നി. പക്ഷേ ജോഫ്രിയെ വശീകരിക്കുന്ന രീതിയിൽ അവൾ ചോദിച്ചു. നീയത് ചെയ്യുമോ? നിനക്ക് കൊല്ലാൻ കഴിയുമോ? ഇതുകേട്ട് ജോഫ്രി ചോദിച്ചു. നിനക്കത് കാണാൻ ആഗ്രഹമുണ്ടോ? മാർജറി ചിരിച്ചു. ജോഫ്രിക്ക് അവളോട് വല്ലാത്തൊരാകർഷണം തോന്നി. മാർജറി ജോഫ്രിയുടെ ക്രൂരതയെ തനിക്ക് അനുകൂലമായി ഉപയോഗിക്കുകയായിരുന്നു. ഇരുണ്ട തടവറയിൽ തിയോൺ വീണ്ടും പീഡിപ്പിക്കപ്പെടുകയാണ്. പീഡകൻ പോയപ്പോൾ തറ വൃത്തിയാകാൻ വന്ന ഒരു പയ്യൻ തിയോണിന്റെ അടുത്തുവന്നു. നിന്റെ സഹോദരി അയച്ചതാണ്. രാത്രി ഞാൻ വന്ന് രക്ഷിക്കാം, അവൻ പറഞ്ഞു. തിയോൺ പ്രതീക്ഷയോടെ അവനെ നോക്കി. എന്നെ വിട്ടുപോകല്ലേ പ്ലീസ്, തിയോൺ കരഞ്ഞു. റിവർലാൻഡ്സിലെ ഒരു സത്രത്തിൽ ആര്യ സ്റ്റാർക്ക്, ജെൻട്രി, ഹോട്ട് പൈ എന്നിവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ലാനിസ്റ്റർ സൈന്യത്തെ ഭയക്കാത്ത ഒരേയൊരു കൂട്ടർ ഞങ്ങളാണ്. ബ്രദർഹുഡ് വിത്തൌട്ട് ബാനേഴ്സ്. രാജ്യം കത്തിക്കാൻ നോക്കുന്നവരല്ല, രക്ഷിക്കാൻ നോക്കുന്നവരാണ് ഞങ്ങൾ, തോറോസ് പറഞ്ഞു. അപ്പോഴാണ് ആംഗൈ എന്ന വില്ലാളി ഒരു വലിയ തടവുകാരനെ പിടിച്ചുകൊണ്ടുവന്നിരുന്നു. മുഖത്തെ തുണി മാറ്റിയപ്പോൾ അത് ദ ഹൗണ്ട് സാൻഡോർ ക്ലെഗെയിൻ ആയിരുന്നു. ആര്യ ഞെട്ടി അവൾ മുഖം തിരിച്ചു നടക്കാൻ തുടങ്ങി. പക്ഷെ ദ ഹൗണ്ട് അവളെ കണ്ടു. എടാ തോറോസ്, ആ സ്റ്റാർക്ക് പെണ്ണിനെ വെച്ച് നീ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ദ ഹൗണ്ട് തോറോസിനോട് ചോദിച്ചു. അതോടെ ആര്യയുടെ വേഷം മാറൽ പൊളിഞ്ഞു. എല്ലാവരും അവളെ ഉറ്റുനോക്കി. അവസാനമായി ജെയ്മേയും ബ്രിയനും ഒരു പാലത്തിനരികിലെത്തി. ജെയ്മേ നടക്കാൻ വയ്യെന്ന് പറഞ്ഞ് നിലത്തിരുന്നു. ബ്രിയൻ അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ തന്ത്രപൂർവ്വം ബ്രിയനിന്റെ വാൾ തട്ടിയെടുത്തു. കൈകൾ കെട്ടിയിട്ടുണ്ടെങ്കിലും അവൻ ബ്രിയനിനെ വെല്ലുവിളിച്ചു. വരൂ വലിയ പെണ്ണെ, നമുക്ക് നോക്കാം, ജെയ്മേ പറഞ്ഞു. അവർ തമ്മിൽ വാശിയേറിയ പോരാട്ടം നടന്നു. ജെയ്മേ വേഗത്തിൽ നീങ്ങിയെങ്കിലും ബ്രിയൻ കരുത്തോടെ നേരിട്ടു. ജെയ്മേയുടെ ഓരോ വെട്ടും അവൾ തടുത്തു. ഒടുവിൽ ക്ഷീണിച്ച ജെയ്മേയെ അവൾ തള്ളിയിട്ടു. പക്ഷെ അപ്പോഴേക്കും കുതിരകളുടെ ശബ്ദം കേട്ടു. ലോക്കും ബോൾട്ടണിന്റെ സൈനികരും പാലത്തിന്റെ ഇരുവശത്തും എത്തിയിരുന്നു. നേരത്തെ വഴിയിൽ കണ്ട യാത്രക്കാരൻ അവരെ ഒറ്റിക്കൊടുത്തിരുന്നു. രാജാവിനെ കൊന്നവനെ കിട്ടിയാൽ വടക്കൻ രാജാവ് എനിക്ക് സ്വർണം തരും. ഇവന്റെ കൈ വെട്ടിയെടുത്താൽ മതി, ലോക്ക് ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നെ എന്റെ അച്ഛന്റെ അടുത്തെത്തിച്ചാൽ നിങ്ങൾക്ക് അദ്ദേഹം നിങ്ങൾ ചോദിക്കുന്ന അത്രയും സ്വർണം തരും, ജൈമേ പറഞ്ഞു നോക്കി. പക്ഷെ ലോക്ക് വഴങ്ങിയില്ല. ബ്രിയനും ജൈമയും നിസ്സഹായരായി ശത്രുക്കളുടെ വലയത്തിൽ നിൽക്കുന്നിടത്ത് എപ്പിസോഡ് അവസാനിക്കുന്നു. ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.